സഹോദരങ്ങളെ, ആരും അവരുടെ ഒരു കാര്യവും തുറന്നു പറയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ വീഡിയോ ചെയ്തിരുന്നു. കാരണം എൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ എൻ്റെ പഴയ ഒന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് 2 പെൺമക്കളുണ്ടായി. അവരെ വേണ്ടുന്നവർ ഓർത്തിയെ ഞാൻ വേണ്ടുന്ന ഓർത്തി കെട്ടിച്ചയച്ചു. 2ാമത്തോൾ അവൾക്ക് ഇഷ്ടമുള്ളതോടെ പോയി. അതിന് ഞാൻ പ്രശ്നമുണ്ടാക്കിയില്ല. അവർക്കെല്ലാം വേണ്ടുന്നത് കൊടുത്തു. അതുകൊണ്ട് ഞാൻ തൃപ്തനായി എന്ന് പറയാനൊക്കത്തില്ല. കാരണം പല കാര്യങ്ങളും പറയാനുണ്ട്. മക്കളെ, വഞ്ചനയിൽ കൂടെ എന്നെ എന്തിന് എൻ്റെ കാശ് വഹിക്കുന്നു? വേണ്ട, അതൊന്നും ഞാൻ തുറന്നു പറഞ്ഞില്ല. ഞാൻ എൻ്റെ പെൺമക്കളെ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഇളയ മോളെ മരുമോനെ എൻ്റെ വീട്ടിൽ കയറ്റാതെ 15 വർഷമായി. ഇപ്പം ഞാനിത് ഒരു പെർമിഷൻ എടുത്തുകൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്തത്. അതായത് എൻ്റെ മൂത്ത ഇളയ മോളോട് ഞാൻ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ചോദിച്ചു, മോളെ, ഞാൻ എന്ത് തെറ്റ് ചെയ്താ നിൻ്റെ മമ്മിയോടും നിൻ്റെ മമ്മിയുടെ അനിയത്തിയോടും അവരോട് ദോഷമായി ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശരി, ഇവള് തന്നെ എൻ്റെ വീട്ടിലെ 2 വയസ്സ് ജീവിച്ച് വേണ്ട അത് പറഞ്ഞില്ല, പോട്ടെ. ഞാൻ പറയട്ടെ, ഇവരാരെങ്കിലും എൻ്റെ മൂത്ത മോളോ ഇളയ മോളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ പറയട്ടെ, ഞാൻ എന്ത് ദ്രോഹം അവർക്ക് ചെയ്തത്. അവരത് പറയാമെങ്കിൽ ഞാനിന്ന് ഈ വീട് തന്നെ അവർക്ക് വിട്ടുകൊടുക്കാം. ഏതെങ്കിലും എൻ്റെ മൂത്ത മോളോ അല്ല ഇളയ മോളോ അവരുടെ മക്കളോ പറയട്ടെ, ഞാൻ അവർക്ക് ഇന്നതുപോലെ ദ്രോഹം ചെയ്തത്. ഞാൻ അന്ന് ഈ വീട് ഒഴിഞ്ഞ് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാം. ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. ഇപ്പോഴെനിക്ക് ദൈവം തന്നിട്ട് ആരോഗ്യമുണ്ട്. 75 വയസ്സ് 79 വയസ്സുണ്ടെങ്കിലും ഞാനൊന്നും ഒരു നേരത്തെ ആഹാരത്തിന് പട്ടിണി നിൽക്കേണ്ടി വരത്തില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് ജോലി ചെയ്യും. ഇത് ഞാനിപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് എൻ്റെ പെൺമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാത്രം.